ഇത് ആത്മകഥയോ ജീവചരിത്രമോ അനുഭവക്കുറിപ്പോ അല്ല, മറിച്ച് മനസ്സിൽ തോന്നുന്നതും അനുഭവിച്ചതുമായ കാര്യങ്ങളെക്കുറിച്ചുള്ള തുറന്നെഴുത്തു മാത്രം. ഇതൊരിക്കലും ഞാൻ സ്നേഹിക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ നിലപാടുകൾക്ക് എതിരാകില്ല. തുറന്നെഴുതുമ്പോൾ ചിലപ്പോൾ ചില വിമർശനങ്ങൾ ഉണ്ടാകില്ല എന്നല്ല, അതൊന്നും വ്യക്തിപരമായ കടന്നാക്രമണമാവില്ല. ആരെയും വേദനിപ്പിക്കാനുള്ള കുറിപ്പല്ലിത്. ആത്മകഥയായ കട്ടൻ ചായയും പരിപ്പുവടയും ഒരു കമ്മ്യൂണിസ്റ്റിൻ്റെ ജീവിതം EP തുടങ്ങി വയ്ക്കുന്നത് തന്നെ ഇങ്ങനെയാണ്. മാത്രമല്ല, വിവാദമാകുന്ന 2 അധ്യായങ്ങളിൽ ഒന്നായ ജീവനുള്ളിടത്തോളം ചെങ്കൊടിത്തണലിൽ തുടങ്ങുന്നത് തന്നെ ആദ്യ ഭാഗത്ത് പറഞ്ഞ ഇതേ കാര്യം ആവർത്തിച്ചുകൊണ്ടാണ്. ഇങ്ങനെ മുൻകൂർ ജാമ്യമെടുത്ത EP ജയരാജൻ ആത്മകഥ എഴുതിയത് താനല്ല എന്ന് പറയുന്നത് എന്ത് കാരണത്താലാണ്? ഈ അധ്യായത്തിലും കോംറേഡ്ഷിപ്പ് തിരിച്ചു പിടിക്കണം എന്ന ഭാഗത്തിലും ഉപതെരഞ്ഞെടുപ്പ് അധ്യായത്തിലും EP പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ പലതും ഇതേ രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പാർട്ടി തന്നെ കണ്ടെത്തിയതും വിലയിരുത്തിയതുമാണ്. ഉദാഹരണത്തിന്, 2ാം പിണറായി സർക്കാർ ദുർബലമാണെന്ന കാര്യം. 1ാം പിണറായി സർക്കാരിനെ പോലെ മികച്ച രീതിയിൽ 2ാം പിണറായി മന്ത്രിസഭ പ്രവർത്തിക്കുന്നില്ല എന്നത് പാർട്ടിയുടെ തന്നെ വിലയിരുത്തലാണ്. മന്ത്രിമാർ തലസ്ഥാനത്ത് കൂടുതൽ സമയം ചെലവഴിക്കണമെന്ന് പാർട്ടി തന്നെ നിർദ്ദേശം നൽകിയിട്ടുള്ളതാണ്. അതിനെ തിരുത്തൽ വേണമെന്ന് പറഞ്ഞാൽ മാത്രം പോരാ, മറിച്ച് ജനങ്ങൾക്ക് ബോധ്യമാകുന്ന രീതിയിൽ വേണമെന്ന് EP പറഞ്ഞത് മറ്റൊരു രീതിയിലാണെന്ന് മാത്രം. നവകേരള സദസ്സ് കൊണ്ട് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ ജനങ്ങളിൽ എത്തിക്കാനോ വിമർശനങ്ങൾ പ്രതിരോധിക്കാനോ കഴിഞ്ഞില്ലെന്ന് EP പറയുമ്പോൾ പാർട്ടി ജനങ്ങളിൽ നിന്ന് അകലുന്നതും തിരുത്തലിൻ്റെ ആവശ്യകതയും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് ശേഷം പാർട്ടി തന്നെ പരസ്യമായി വ്യക്തമാക്കിയതാണ്. EP ജയരാജൻ എഴുതിയ മറ്റുദാഹരണങ്ങൾ നോക്കുമ്പോൾ 3 ജില്ലാ സെക്രട്ടറിമാർ മത്സരരംഗത്ത് വന്നത് എന്തിന് എന്ന ചോദ്യം അദ്ദേഹം ഉന്നയിക്കുന്നു. പരാജയപ്പെട്ട ഒരു പരീക്ഷണം എന്ന തരത്തിൽ പാർട്ടിയിൽ തന്നെ ഉയർന്ന വിമർശനമാണിത്. സിറ്റിംഗ് MLAമാർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതിനെ വിമർശിച്ചതും ഇതേ രീതിയിൽ തന്നെ കാണാം. പാർട്ടിയുടെ സംഘടനാ ദൗർബല്യങ്ങളെക്കുറിച്ചുള്ള ഭാഗം, പാർട്ടിക്കാർ സഹകരണ സ്ഥാപനങ്ങളിലെ ജോലിക്ക് വേണ്ടി പാർട്ടി പ്രവർത്തകരാകേണ്ടതില്ല, അല്ലെങ്കിൽ സഹകരണ മേഖലയിൽ ജോലി കിട്ടിയിട്ട് നന്ദി കാട്ടാൻ പാർട്ടിയോട് ചേർന്ന് പ്രവർത്തിക്കുന്നത് കൊണ്ട് ഗുണമില്ല. ഇതെല്ലാം പാർട്ടിയിൽ പലതവണ വിവിധ തലങ്ങളിൽ ഉയർന്നു വന്ന വിമർശനങ്ങളാണ്. പാർട്ടിയോട് ചേർന്ന് പ്രവർത്തിക്കുന്നവർക്ക് എഴുതാൻ കഴിയുന്ന കാര്യങ്ങളാണ് പുസ്തകത്തിലുള്ള ഇവയെല്ലാം. ജാവദേക്കർ കൂടിക്കാഴ്ച വിഷയവും വൈദികം റിസോർട്ട് വിവാദവും പാർട്ടി കമ്മിറ്റികളിൽ ചർച്ചയ്ക്ക് വന്നത് കൃത്യമായി പുസ്തകത്തിൽ വരുമ്പോൾ അത് പാർട്ടിക്ക് വെളിയിൽ നിന്ന് എഴുതി ചേർത്തതാണെന്ന് എങ്ങനെയാണ് പറയാൻ കഴിയുക? ഉപതെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പിൻ്റെ അന്ന് ഈ വിവരങ്ങൾ പുറത്തു വന്നതല്ലാതെ EP ജയരാജൻ ഈ കാര്യങ്ങൾ നിഷേധിക്കുന്നതിന് മറ്റ് കാരണങ്ങൾ ഇല്ല. പിന്നെ പാർട്ടിയെ പ്രതിരോധത്തിലാക്കാത്ത, പാർട്ടിക്ക് ഗുണകരമാകുന്ന കാര്യങ്ങൾ, വെടിയേറ്റതുൾപ്പെടെ എതിർപ്പാളയത്തിൽ നിന്നുള്ള ആക്രമണങ്ങൾ, ഇതൊക്കെയുള്ള പുസ്തകം മുഴുവനായി EP നിഷേധിക്കുകയാണോ? അതെങ്ങനെ സാധിക്കും? DC ബുക്സ് ഉടൻ വരുന്നു എന്ന പേരിൽ ഫേസ്ബുക്കിൽ കവർ പേജ് സഹിതം പോസ്റ്റ് ചെയ്തിട്ടും EP ജയരാജൻ എതിർപ്പ് പറഞ്ഞില്ല. മറിച്ച് പുസ്തകം മുഴുവനായി പുറത്തു വന്ന് വിവാദമായപ്പോഴാണ് EP നിഷേധിച്ച് രംഗത്തെത്തിയത്. എൻ്റെ ആത്മകഥ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അത് പ്രസിദ്ധീകരിക്കാൻ ഒരാളെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. ഞാൻ എഴുതിയിടത്തോളമുള്ള കാര്യങ്ങൾ അത് പ്രിൻ്റ് ചെയ്യുന്നതിന് വേണ്ടി ആരെയും ഏൽപ്പിച്ചിട്ടില്ല. അത് ടൈപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയാണ്. എഴുതിയിടത്തോളമുള്ള കാര്യം, ഇന്ന് വന്നിട്ടുള്ള ഒരു കാര്യവും ഞാൻ എഴുതിയതല്ല. ഞാൻ എഴുതാത്ത കാര്യങ്ങൾ എഴുതി ഇന്ന് 10:30 അത് പ്രസിദ്ധീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാർത്തയാണ് ഞാൻ കാണുന്നത്. തികച്ചും തെറ്റായിട്ടുള്ള നടപടി. DC-യുമായി കരാറിൽ ഏർപ്പെട്ടോ ഇല്ലയോ എന്നത് DC തന്നെ പറയേണ്ട കാര്യമാണ്. പക്ഷേ അതുകൊണ്ട് മാത്രം EP-യുടെ പേരിൽ അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് ജീവിതത്തിൻ്റെ അറിയാവുന്നതും അറിയാത്തതുമായ കഥകൾ സമയവും കാലവും കൃത്യമായി കുറിച്ച് എഴുതി ചേർത്തതെന്ന് വിശ്വസിക്കാൻ കഴിയില്ല. മാത്രമല്ല, EP എഴുതിയതോ പറഞ്ഞെഴുതിച്ചതോ ആയ 178 പേജുകൾ ഒരു പ്രസാധക കമ്പനി സ്വന്തം നിലയ്ക്ക് എഴുതിയുണ്ടാക്കി എന്നൊക്കെ പറഞ്ഞാൽ സംശയം ദൂരീകരിക്കേണ്ടത് EP-യും DC-യുമാണ്.